ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം.കോം തേർഡ് സെം ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ്, ഇൻവെസ്റ്റർ ബയാസസ്. ഇൻവെസ്റ്റർ ബയാസ് ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ബിഹേവിയറൽ ഫിനാൻസ് ആണ്. അതിൽ വരുന്ന രണ്ട് മെയിൻ കോൺസെപ്റ്റ്സും. ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ഫിനാൻസിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ട്രഡീഷണൽ ഫിനാൻസിന്റെ അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് ആർ റേഷണൽ, അല്ലെങ്കിൽ അവര് കോൺഷ്യസ് ആണ്, അവര് ലോജിക്ക് വെച്ചിട്ടാണ്, അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ജഡ്ജ്മെന്റ് അത്രയും അനലൈസ് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ട്രഡീഷണൽ ഫിനാൻസിന്റെ അസംഷൻ. എന്നാൽ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ബിഹേവിയറൽ ഫിനാൻസിൽ പറയുന്നത്. ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻവെസ്റ്റേഴ്സ് ആർ ഇറേഷണൽ, ദേ ആർ നോട്ട് റേഷണൽ എന്നുള്ള അസംഷൻ ആണ് ബിഹേവിയറൽ ഫിനാൻസിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ വരുന്ന മെയിൻ രണ്ട് കോൺസെപ്റ്റ്സ് ആണ് ഹ്യൂറിസ്റ്റിക്സും അതുപോലെ തന്നെ ബയാസസും. ഇൻവെസ്റ്റർ ബയാസസ് നമുക്കറിയാം, ഇൻവെസ്റ്റേഴ്സിന്റെ ബയാസസ് ആണ്. ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരു മെന്റൽ ഷോർട്ട് കട്ട്സ്, പെട്ടെന്ന് ഡിസിഷൻ എടുക്കാനുള്ള ഒരു എളുപ്പം, മെന്റലി നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ആ ഒരു നമ്മൾ അത്രയും ഡിസിഷൻ മേക്കിങ്ങിൽ അത്രയും ലോങ് ആക്കുന്നതിന് പകരം പെട്ടെന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന്, പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിച്ചെടുക്കുന്നതിനാണ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതില് ബിഹേവിയറൽ ഫിനാൻസിൽ വരുന്ന കുറച്ച് ഹ്യൂറിസ്റ്റിക്സുകളുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് റെപ്രസെന്റേറ്റീവ്നെസ്. റെപ്രസെന്റേറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഉള്ള എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റീരിയോ ടൈപ്പ് ഫോളോ ചെയ്തിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കുക. നമ്മൾ പുതുതായിട്ടൊന്നും ആലോചിക്കുക, കണ്ടെത്തുക ഒന്നും ചെയ്യാതെ കറന്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റീരിയോ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിനെ റെപ്രസെന്റ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കുന്നതിനാണ് റെപ്രസെന്റേറ്റീവ്നെസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആണ് ആങ്കറിംഗ് എന്ന് പറയുന്നത്. ആങ്കറിംഗ് എന്ന് പറയുന്നത് ഒരു ബെഞ്ച് മാർക്കിനെ അതാണ് ബെസ്റ്റ് ആൻഡ് ഫിറ്റ് എന്ന് ഉറപ്പിച്ചിട്ട് നമ്മൾ എടുക്കുക. ഒരു ബെഞ്ച് മാർക്ക് ബേസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഡിസിഷൻ എടുക്കുന്നതിനാണ് ആങ്കറിംഗ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ആണ് ഫ്രെയിമിങ്. ഫ്രെയിമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സെന്റൻസ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആസ്പെക്റ്റിലും നെഗറ്റീവ് വേർഡ്സ് ഉപയോഗിച്ചിട്ടും പോസിറ്റീവ് വേർഡ്സ് ഉപയോഗിച്ചിട്ടും രണ്ടും സെയിം മീനിങ് കൺവേ ചെയ്യുന്ന രീതിയിൽ പറയാനായിട്ട് പറ്റും. അപ്പോൾ ഫ്രെയിമിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു പോസിറ്റീവ് എഫക്റ്റ് വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ ആണ് ഹെർഡിങ്. HER ഹെർഡിങ്. ഹെർഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില ഇൻവെസ്റ്റേഴ്സ് ബാക്കിയുള്ള ഇൻവെസ്റ്റേഴ്സ് എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ സെയിം ഫോളോ ചെയ്ത് ചെയ്യാം. അതിനെയാണ് ഹെർഡിങ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്. അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ട് കേട്ട കാര്യങ്ങളായിരിക്കും എന്തുണ്ടാവുക, നമ്മളെ മനസ്സിൽ കൂടുതലായിട്ട് ഓർമ്മ ഉണ്ടാവുക. ഇപ്പൊ കറന്റ് നമ്മൾ എന്താണ് തൊട്ടു മുന്നേ കേട്ടത് അത് നമുക്ക് കൂടുതലായിട്ട് ഓർത്തിരിക്കാനൊക്കെ പറ്റും. അങ്ങനെയുള്ള റീകോളബിൾ ഇൻഫോർമേഷൻ ബേസിൽ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ഡിസൈഡ് ചെയ്യുന്നതിനെയാണ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത്. അതായത് പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ്, അത് യൂഷ്വലി എന്താവും നമ്മൾ ഈ അടുത്ത് കേട്ട കാര്യങ്ങളായിരിക്കും. സോ ഇത്രയാണ് ഹ്യൂറിസ്റ്റിക്സിൽ പറയുന്നത്. റെപ്രസെന്റേറ്റീവ്നെസ്, അതുപോലെ തന്നെ ആങ്കറിങ്, ഫ്രെയിമിങ്, ഹെർഡിങ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് രണ്ടാമത്തെ കോൺസെപ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റർ ബയാസസ് ആണ്. ഇതിൽ മെയിൻ ആയിട്ട് മൂന്നെണ്ണമാണ് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഓവർ കോൺഫിഡൻസ്, സെക്കൻഡ് വൺ ഈസ് ലോസ് അവേർഷൻ ബയാസ് ആൻഡ് തേർഡ് വൺ ഈസ് മെന്റൽ അക്കൗണ്ടിങ്. ഇതിൽ പറയുന്ന ഓവർ കോൺഫിഡൻസ്. ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ചില ഇൻവെസ്റ്റേഴ്സ് അവരെ ബിലീവ് ചെയ്യാണ്, അവരാണ് ഏറ്റവും ബെസ്റ്റ്, അവർ ഡിസൈഡ് ചെയ്യുന്നതാണ് ഏറ്റവും കറക്റ്റ്, ബാക്കിയുള്ളവർക്കൊന്നും അവരുടെ അത്രയ്ക്ക് അറിയില്ല, അങ്ങനെയുള്ള ഒരു ഓവർ കോൺഫിഡൻസിന്റെ മേലിൽ വരുത്തുന്ന ബയസസ് ആണ് ഫസ്റ്റ് ആയിട്ട് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലോസ് അവേർഷൻ ബയാസ്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ അമോസ് ടോസ്കി ആൻഡ് ഡാനിയൽ കാൻമാൻ. ഇവർ രണ്ടുപേരും കൂടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ലോസ് അവേർഷൻ ബയാസ് എന്ന് പറയുന്നത്. അതിൽ പറയുന്നത് നമ്മൾ ഏൺ ചെയ്യുമ്പോൾ, അതായത് റിട്ടേൺ ചെയ്യുന്നതിനേക്കാളും എന്താണ് ചില ഇൻവെസ്റ്റേഴ്സിനെ കോൺഷ്യസ് ആക്കുന്നത് ക്യാഷ് ലോസ് ചെയ്യുന്നതാണ്. അതായത് ഒരു ടേം എന്ന് പറയുന്നത് പെയിൻ ഓഫ് ലോസിങ് മണി ഈസ് മോർ ഇന്റൻസ് ദാൻ ജോയ് ഓഫ് ഗെയിനിങ് മണി. നമുക്ക് റിട്ടേൺ കിട്ടുന്നതിനേക്കാളും അവരെ കോൺഷ്യസ് ആക്കുന്നതും അവർക്ക് ടെൻഷനും
എന്താ പറയുക, കയ്യിലുള്ള ക്യാഷ് പോകുന്നതിലാണ്. അതിനെ ബേസ് ചെയ്തിൽ വരുന്ന ബയാസസ് ആണ് ലോസ് അവേർഷൻ ബയാസ് എന്ന് പറയുന്നത്. അപ്പോൾ അവര് സ്വാഭാവികമായിട്ടും കൂടുതൽ കോൺഷ്യസ് ആവുക, റിസ്കിനെ കുറിച്ചിട്ട് കോൺഷ്യസ് ആവും, ലോവർ റിസ്ക് ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും ചൂസ് ചെയ്യുക. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത അവരുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ക്യാഷ് പോകുമോ നഷ്ടമാകുമോ എന്നുള്ളത് അവരെ എന്താണ് സ്റ്റെപ്പ് ബാക്ക് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചും കൂടെ ഹയർ റിട്ടേൺ ഉള്ള ഹയർ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിലോട്ടൊന്നും അവർ പോകില്ല. ഇത് ഇതിൽ വരുന്ന തേർഡ് വൺ ആണ് മെന്റൽ അക്കൗണ്ടിങ്. മെന്റൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എവിടെ നിന്നാണോ മണി ഒറിജിനേറ്റ്, വെർ ഇറ്റ് കംസ് ഫ്രം ഓർ ഫോർ വാട്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ, ഇതിന്റെയൊക്കെ ബേസിൽ അതിനെ ഒരു ഡിഫറെന്റ് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതും ഇറേഷണൽ ഡിസിഷൻ തന്നെയാണ്. പല പല പർപ്പസിൽ നമുക്ക് ഒരുപോലെ അത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഒരൊറ്റ ഒന്നിലായിരിക്കും അവര് ക്യാഷ് എവിടുന്നാ കിട്ടിയത് അല്ലെങ്കിൽ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിന്റെ ബേസിൽ ഒന്നോ രണ്ടോ കാര്യങ്ങളിൽ മാത്രം അത് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ കുറച്ചും കൂടെ ഹൈ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഹൈ റിട്ടേൺ കിട്ടുന്നതിൽ ഇവർക്ക് ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇത് മൂന്നാണ് ബിഹേവിയറൽ ഫിനാൻസിന്റെ ഇൻവെസ്റ്റർ ബയാസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ വരുന്നത്. ഓവർ കോൺഫിഡൻസ്, അതുപോലെ തന്നെ ലോസ് അവേർഷൻ ബയാസ് ആൻഡ് മെന്റൽ അക്കൗണ്ടിങ്. ഹ്യൂറിസ്റ്റിക്കിൽ വരുന്നത് റെപ്രസെന്റേറ്റീവ്സ്, അതുപോലെ തന്നെ ആങ്കറിങ്, ഫ്രെയിമിങ്, ഹേർഡിങ് ആൻഡ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ബിഹേവിയറൽ ഫിനാൻസും അതിന്റെ രണ്ട് കോൺസെപ്റ്റ്സും മാത്രമാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.